നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 26. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടക്കം എന്ന് പറയുന്നത് ആരോ ഒരാള് ബിഗ് ബോസ് ഹൗസിലെ ഗ്യാസ് തുറന്നു വെച്ചിരിക്കുന്നു. അതാരാണെന്ന് ആർക്കും അറിയില്ല. രാത്രി ആരോ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് തുറന്നു വെച്ചതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ചത് ശ്രീരേഖയാണ്. ആ സമയത്താണ് യമുന അതുവഴി വരുമ്പോൾ യമുനയോട് ഇക്കാര്യം ശ്രീരേഖ സൂചിപ്പിക്കുന്നു. പക്ഷേ ശ്രീരേഖ ഇത് പറയുമ്പോൾ യമുന അത് കേട്ടിട്ട് അതാരെങ്കിലും തുറന്നു വെച്ചതായിരിക്കും എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് അങ്ങ് നടന്നു പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞ് ഇതൊരു ചർച്ചാ വിഷയമായി മാറി. അവിടെ യമുന പറഞ്ഞത് ശ്രീരേഖ കണ്ടു, ശ്രീരേഖ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ശ്രീരേഖ അത് ഏറ്റുപിടിച്ചു. എൻ്റെ പേര് മാത്രം തന്നെ വലിച്ചിരുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലൊരു ചെറിയ സംസാരം ഉണ്ടായി. അതവിടെ അവസാനിച്ചു. പക്ഷേ ഇത് കാണിക്കുന്ന സമയത്ത്, ഈ ഒരു സംസാരം നടക്കുന്ന സമയത്ത് നമ്മൾ ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന ജാസ്മിനെയാണ്. അപ്പോൾ ജാസ്മിൻ ഒരു ചോദ്യം ചോദിച്ചു, ഗ്യാസ് കുറ്റി അവർ തരുന്നതാണോ അതിവിടെ ഉണ്ടായിരുന്നതാണോ ഒന്നും ജാസ്മിൻ അറിയത്തില്ല. ആ വീട്ടിലെത്തിയിട്ട് ഒരു മാസമായി. പക്ഷെ ജാസ്മിൻ അവിടെ കിച്ചണിൽ എന്താ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ കിച്ചണിൽ ഗ്യാസ് കുറ്റി അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ജാസ്മിന് അറിയില്ല. അവിടെ അതിനല്ലല്ലോ സമയം. അപ്പോൾ ആ ഒരു ഇഷ്യൂവിന് ശേഷം ഇവർക്ക് ഒരു ടാസ്ക് വരികയാണ്, കറക്കും ഖാന. ശരിക്കും എല്ലാവരും കറങ്ങി എന്ന് വേണം പറയാൻ. എന്താണ് ടാസ്ക് എന്ന് ചോദിച്ചാൽ ഇവരുടെ പവർ ടീമിനെ സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാനും വേണ്ടിയുള്ള അവസാനത്തെ ടാസ്ക് ആയിരുന്നു കറക്കും ഖാന. ഇവിടെ നിൽക്കുന്ന ടേബിളിന്റെ മുന്നിൽ ഒരു 3 ബോട്ടിൽ ഉണ്ടാവും. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പ്ലേറ്റിൽ കുറേ ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാവും. അപ്പോൾ ഈ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്ന വ്യക്തി അവിടെ പോയിട്ട് ആ ഭക്ഷണത്തിൽ ഒരെണ്ണം എടുത്ത് കഴിക്കണം. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ടീം മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കണം. ആരാണോ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്നത് അവർ പോയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈ മത്സരത്തിൽ പവർ ടീമാണ് ജയിച്ചതെങ്കിലും ഇന്നലത്തെ മത്സരവുമായിട്ട് കണക്ട് ചെയ്തിട്ട് 3 ടാസ്കുകൾ ഉണ്ടായിരുന്നത്. ടോട്ടൽ പോയിന്റിൽ ടീം ടണലാണ് വിന്നേഴ്സ് ആയത്. അപ്പൊ അവരാണ് പവർ ടീമായിട്ട് അടുത്ത ആഴ്ചത്തെ പവർ ടീമായിട്ട് മാറുന്നത്. അവരിൽ ഒരാളാണ് ക്യാപ്റ്റനായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഇവര് തമ്മിൽ ചർച്ചാ വിഷയവും, അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ചർച്ച ചെയ്യുന്നു. ആര് അകത്ത് വരണം, ആര് ക്യാപ്റ്റൻ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നു. ടീമിനെ എവിടെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യണം, എവിടെയൊക്കെ പൊളിക്കണം എന്നൊക്കെയുള്ള കൂലങ്കഷമായ ചർച്ചകളോട് നടക്കുന്നത് ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല. അപ്പൊ അതിനുശേഷം പിന്നെ കാണിച്ചത് നമ്മുടെ ഗബ്രി ചായന്റെ ഒരു ഉറക്കമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേയധികം ഭക്ഷണം ഗബ്രി കഴിച്ചിട്ടുണ്ട്. ഗബ്രി അല്ല, ശരിക്കും അത് അർജുനാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചത്. അർജുൻ കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മള് അത്ഭുത ദ്വീപ് സിനിമയിൽ ആ കുഞ്ഞന്മാരെ തിന്നാൻ വേണ്ടി വരുന്ന ഒരു ടീമുണ്ടല്ലോ, മനുഷ്യ ഇനികളായിട്ട്. അപ്പോൾ അവരെ വന്ന് കഴിക്കുന്ന പോലെയൊക്കെയാണ് അർജുന്റെ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ കണ്ട് മനസ്സിലായത്. ഇതിനിടയ്ക്ക് അർജുൻ ഒരു വൃത്തിയുടെ കാര്യം കാണിച്ചത്, ഇവരെ മറ്റുള്ളവരെ ഒന്ന് വൊമിറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്ത് അതിനകത്ത് വൊമിറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഒരു ടെൻഡൻസിയെ കാണിച്ചു. പക്ഷെ വൊമിറ്റ് ചെയ്യുന്നില്ല, അവിടെ മുടിയൻ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് മുടിയൻ ഒരു കള്ളം കാണിച്ചു. അത് പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. ഒരു ചിക്കന്റെ പീസ് എടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടാണ് മുടിയൻ ആ ടാസ്ക് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത്. ഒരു കള്ളം മുടിയൻ കാണിച്ചു, പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ല. അതൊക്കെ ലൈവിൽ കണ്ട കാര്യങ്ങളാണ്. എപ്പിസോഡിലും ആ സാധനം കാണിച്ചു. ഇത് 2 കാര്യങ്ങളായിരിക്കും പക്ഷെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ചോദിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ആ ഗ്യാസ് സ്റ്റൗവിന്റെ ഇഷ്യൂ ചിലപ്പോൾ സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ പറയുന്ന അത് പക്ഷെ വലിയൊരു വിഷയമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മുടിയൻ ചിക്കന്റെ പീസ് എടുത്ത് വേസ്റ്റ് ബിന്നിലിട്ട കാര്യം അതൊരു ഇഷ്യൂ ആക്കുമെന്ന് തോന്നുന്നില്ല, പക്ഷെ സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗബ്രി ചാന്റെ ഉറക്കമാണ്. ഗബ്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഡീഹൈഡ്രേഷൻ അടിച്ചിട്ട് ഗബ്രി കിടക്കുമായിരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ അടുത്തുണ്ടായിരുന്നു. ജാസ്മിൻ എഴുന്നേറ്റ് പോയ ആ ഒരു തക്കം നോക്കിയിട്ട് ഗബ്രിക്ക് ഉറക്കം വന്നു, കണ്ണു നടഞ്ഞു പോയി. അപ്പോഴേക്കും അവിടെ നമ്മുടെ പട്ടിക്കുട്ടനെ കുര കേട്ടു. ഗബ്രി ചാടി എഴുന്നേറ്റിട്ട് ഞാൻ ഉറങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ശേഷം ഞാനാണ് എന്ന് പറയുന്നു. റസ്മിൻ കയറി വരുന്നു, ശരി എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രിക്ക് ഒരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കുന്നു. പണിഷ്മെന്റ് എന്ന് പറയുന്നത് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു ഫീമെയിൽ ഡ്രസ്സ്, അത് ചുരിദാർ ആയിക്കോട്ടെ, എന്തായാലും ഫീമെയിൽ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ചു നേരം ഹൗസിനകത്ത് കറങ്ങണം. ഇതാണ് ഗബ്രി കൊടുത്ത പണിഷ്മെന്റ്. രസകരമായ ഒരു പണിഷ്മെന്റ് ആണ്. നമുക്കത് അല്ലെന്ന് പറയാൻ പറ്റും. ഇപ്പം ജിൻഡോയ്ക്ക് മുൻപ് ഒരു തവളച്ചാട്ടം കൊടുത്ത പോലെ അങ്ങനെ ഒരു രസകരമായ ഒരു പണിഷ്മെന്റ് ആണ് ഗബ്രിക്ക് കൊടുത്തിട്ടുള്ളത്. ഗബ്രി അടുത്ത ദിവസം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം വന്നത് പിന്നെ ശരണ്യയും ജാൻമണിയും കൂടെ ചേർന്ന ഒരു പാട്ടാണ്. നല്ല രസമായിട്ട് രണ്ടുപേരും പാടി. ഇടയ്ക്ക് വെച്ച് ശരണ്യ പാട്ടൊന്ന് നിർത്തി, വരികൾ കിട്ടാതെ നിർത്തി. ജാൻമണി രസമായിട്ട് അത് പാടി പൂർത്തിയാക്കി. പിന്നെ അടുത്ത് വന്നൊരു ടാസ്ക്കാണ് ടാർഗറ്റ് ഇഗ്നോർ പ്രൊട്ടക്ട്. അതായത് ഇവർ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഒരു മാസമായി. വന്ന സമയത്ത് ആരെക്കുറിച്ചും ഒന്നും അറിയില്ല, ആ രീതിക്കാണ് വരുന്നത്. അപ്പൊ ഈ ഒരു മാസം കൊണ്ട് ഓരോരുത്തർക്കും ഇവർ കൊടുക്കുന്ന വാല്യൂ, ചിലരെ പ്രൊട്ടക്ട് ചെയ്യാം, ചിലരെ ഇഗ്നോർ ചെയ്യാം, ചിലരെ ടാർഗറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആരെയൊക്കെയാണ്
ഈ പറയുന്ന ഇഗ്നോർ ടാർഗറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റും ഇഗ്നോറുമാണ് കൊടുത്തിരുന്നത്. ആരും ജിൻഡോയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ആരും ജിൻഡോനെ അവിടെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വേണം, ഹൗസിനകത്തുള്ള ആരും ജിൻഡോനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വേണം കരുതാൻ. പിന്നെ ഗബ്രി, ജാസ്മിൻ, എല്ലാവർക്കും, അപ്സര, അതുപോലെ ശരണ്യ, റസ്മിൻ, നോറ, ഇവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന ബാഡ്ജ്, ശ്രീധുവിനുൾപ്പെടെ എല്ലാവർക്കും ഈ പറയുന്ന ഓരോ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇഗ്നോർ, ടാർഗറ്റ്, ഈ ബാഡ്ജുകൾ കൊടുക്കേണ്ടായി. ഇതിനിടയിൽ കൂടി നമ്മുടെ ഗബ്രി ചായ ഒരു അതിബുദ്ധി കാണിച്ചു. ജിൻഡോ എന്നെ തൊടണ്ട, ഇയാൾ എന്നെ തൊടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഷോ കാണിച്ചു, ഹീറോ ആവാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ അത് ബിഗ് ബോസ് പൊളിച്ചു കൊടുത്തു. ഗെയിമിലെ നിയമം പാലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛ എൻ്റെ വായന അടഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എപ്പിസോഡിൽ കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോറ ജാസ്മിനെ കുറിച്ച് ഈ ടാസ്കിനകത്ത് സംസാരിച്ച വിഷയം, ജാസ്മിന് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് നോറയോടെ എന്നൊക്കെ പറഞ്ഞ ഒരു വിഷയം ജാസ്മിൻ പോയിട്ട് നോറയോട് ചോദിക്കുകയാണ്. നീ എന്നെക്കുറിച്ച് ആരോടൊന്നും സംസാരിച്ചിട്ടില്ലേ, നീ ആരോടും എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ നോറ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞെങ്കിൽ നീ തെളിവ് കാണിക്ക്. ഉടനെ നോറ ചെന്ന് റഷ്യയും റസ്മിനെയും വിളിച്ചിട്ട് ഇങ്ങ് വന്നേ ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ്. അവിടെ റസ്മിൻ പെട്ടു. കാരണം നോറ റസ്മിന് കൊടുത്തത് പ്രൊട്ടക്ടർ ബാഡ്ജാണ്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വ്യക്തിക്കെതിരെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പുറത്ത് ഗബ്രിയും ജാസ്മിനും പവർ ടീമിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ റസ്മിന് പവർ ടീമിൽ കയറണമെങ്കിൽ ഇവരുടെ സപ്പോർട്ടും വേണം. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ചെറുതാനും കടലിനെ നടുക്കായ ഒരു അവസ്ഥയിലായി റസ്മിൻ. പക്ഷെ റസ്മിൻ അവിടെ ഒരു സമയത്ത് പറയുന്നു ജാസ്മിനെ കുറിച്ച് നോറ എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും റസ്മിൻ അത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആ ചിരിയിൽ ജാസ്മിൻ പറയുന്നു, നിന്റെ ചിരിയിലുണ്ട് നീ പറയുന്ന കള്ളമാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ റസ്മിന് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നുള്ള ഒരു നിലപാടിലാണ് റസ്മിൻ നിന്നത്. അപ്പൊ അതിനർത്ഥം അവസരത്തിനനുസരിച്ച് റസ്മിൻ മാറാം. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഋഷി പറയുന്നു, എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇങ്ങോട്ട് പറയാൻ വേണ്ടി വന്നിട്ടില്ല. ഇതിനിടെ കൂടെ ജാൻമണി പറയുന്നു നോറ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് പബ്ലിക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു, ആരുടെയും അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടില്ല. അവിടെ ജാസ്മിൻ പെട്ടു. കാരണം ആരും നോറയെ കുറ്റപ്പെടുത്തിയില്ല. കാരണം നോറ വന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് ആരും പറയുന്നില്ല. ഇനി ഇതിനകത്ത് നോറ തിരിച്ചൊരു ചോദ്യം ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ നമ്പർ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി. അതിനർത്ഥം ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ നോറയെ ജാസ്മിൻ വിളിച്ചിരിക്കുന്നു. അപ്പൊ ജാസ്മിൻ പറഞ്ഞു മുന്നക്ക തന്നു. മുന്നക്ക എന്ന് പറയുന്നത് ജാസ്മിന്റെ പൂർവ്വകാമുകൻ. മുന്നക്ക തന്നു എന്തിന്? നോറയുടെ ചോദ്യമാണ്, എന്തിന്? അവിടെ ജാസ്മിൻ ഉത്തരം മുട്ടി. ജാസ്മിൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്താൽ മതി എന്ന ലെവലിലേക്ക് നോറ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് ജാസ്മിൻ അങ്ങ് മാറിക്കളഞ്ഞു. അവിടെ നോറ ജാസ്മിനെ പൊളിച്ചടുക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അവിടെ അതിനിടയ്ക്ക് കൂടിയാണ് നമ്മുടെ റസ്മിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് കാണുന്നത്. ഇതിനിടയിൽ കൂടെ വേറൊരു കോമഡി എന്ന് വെച്ചാൽ അത് ജാൻമണിയും ജിൻഡോയും കൂടി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ജിൻഡോ ഈ ചോദ്യം കേട്ടപ്പോൾ ജിൻഡോയ്ക്ക് കാര്യം കത്തി. ജിൻഡോ അവിടെ നിന്ന് പച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഒരു കൂക്കി വിളിയൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ റസ്മിന്റെ നിലപാട് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അതിനുശേഷം ശ്രീരേഖയുടെ അടുത്ത് വന്നിട്ട് ജിൻഡോ പറയുന്നുണ്ട്, കണ്ടോ ഇവരുടെ ഗെയിം പ്ലാനാണിത്. ഇവര് ഈ രണ്ടുപേരും നോറ ആയിക്കോട്ടെ റസ്മിൻ ആയിക്കോട്ടെ പവർ ടീമിൽ കയറാൻ വേണ്ടി നിന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് റസ്മിൻ അവിടെ വന്നു രണ്ടുപേരുടെയും ഭാഗത്ത് ഇങ്ങനെ ഒരു ബാലൻസിങ് ആയിട്ട് നിന്ന് കളിച്ചത്. പവർ ടീമിൽ കയറാൻ വേണം, നോറയെ പണക്കാനും പറ്റില്ല എന്ന ലെവലിൽ നിന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെയാണ് ഈ ഫോണ്ടമെന്റ് കാര്യം ജിൻഡോ അവിടെ ശ്രീരേഖയോട് പറയുന്നുണ്ട്. അപ്പം ചേച്ചിക്ക് കളി മനസ്സിലായി വെച്ചപ്പോൾ ശ്രീരേഖ മറുപടി പറയുന്നു, എനിക്ക് ഇവരുടെ കളിയൊന്നും മനസ്സിലായില്ല, കാരണം എനിക്ക് ഗെയിമും കാര്യമൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാം ആരാണ് ക്യാപ്റ്റൻ, ആരൊക്കെയാണ് പവർ ടീമിൽ കയറുന്നത്, എവിടേക്കാണ് പൊളിക്കലും ഒക്കെ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങൾ. കളി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വൈൽഡ് കാർഡ് എൻട്രീസിന് വേണ്ടിയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നത്. അത് എപ്പോൾ സംഭവിക്കുമോ ആ സമയത്താണ് പല കാര്യങ്ങളും നമുക്ക് പൊളിയുന്നത് കാണാൻ പറ്റുന്നത്. അതിപ്പം ജബ്രി കോംബോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അൻസിബ ഋഷി കോംബോ ആയിക്കോട്ടെ, ഇതെല്ലാം പൊളിയുന്നത് വൈൽഡ് കാർഡ് എൻട്രി വരുന്ന അനുസരിച്ചായിരിക്കും. ഇനി വൈൽഡ് കാർഡ് വരുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നമുക്ക് അറിയില്ല. ഇവരെല്ലാം പൊളിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. സോ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.